ആരാധനാലയങ്ങളിലെ വിശ്വാസവും ഭരണപരമായ കാര്യങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകൾ എപ്പോഴും വിവാദമുണ്ടാക്കുന്ന കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പിടിച്ചുകുലുക്കിയ ഏറ്റവും പുതിയ സംഭവമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥനും പ്രമുഖ സമുദായ സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയുമായ മുരാരി ബാബുവിന്റെ അറസ്റ്റ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറം ശബരിമലയുടെ ഭരണപരമായ ഘടനയിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമുദായിക സ്വാധീനങ്ങളുടെ സങ്കീർണമായ ശൃംഖലയാണ് തുറന്നുകാട്ടുന്നത്. NSS പോലുള്ള ശക്തമായ സമുദായ സംഘടനയുടെ പിന്തുണയിൽ നിലനിന്നിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റിന് പിന്നാലെ സംഘടന കൈവിട്ടതോടെ അധികാര കേന്ദ്രങ്ങളിലെ ഈ ഉദ്യോഗസ്ഥന്റെ സ്വാധീനം എത്രമാത്രം ദുർബലമായിരുന്നുവെന്നും വ്യക്തമായി. മുരാരി ബാബുവിന്റെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ വിവാദം. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിധി നടപ്പിലാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരും അറസ്റ്റിലായതോടെ ശബരിമലയുടെ ഭരണപരമായ അധികാര കേന്ദ്രങ്ങളിലെ ഭരണകൂട അനുകൂല താൽപര്യങ്ങളുടെ ഒരു ത്രിമൂർത്തി കൂട്ടുകെട്ട് തകർന്നു വീഴുകയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ 4 പേരിൽ 3 പേരും ശബരിമലയിലെ വിവാദ കാലഘട്ടത്തിൽ നിർണായകമായ പദവികൾ വഹിച്ചവരാണ്. ദേവസ്വം കമ്മീഷണർ വാസു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരായിരുന്നു ആ ഉദ്യോഗസ്ഥർ. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതി പ്രവേശനം ഉറപ്പാക്കുന്നതിൽ ഈ മൂവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ വിശ്വസ്തനായിരുന്നു മുരാരി ബാബു. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും മുരാരിയും സഹകരിച്ചാണ് പ്രവർത്തിച്ചത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയവരും അത് നടപ്പിലാക്കാൻ സഹായിച്ചവരുമായിരുന്നു ഈ 3 പേരും. ഈ നീക്കങ്ങളുടെ പേരിൽ മൂവരും നേട്ടങ്ങളും ഉണ്ടാക്കി. N. വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി ലഭിച്ചത് സ്ത്രീ പ്രവേശന കാലത്ത് സർക്കാരിന് അനുകൂലമായി നവോത്ഥാന ലേബലിൽ നടത്തിയ നീക്കങ്ങൾ കാരണമായിരുന്നു. മുരാരി ബാബുവും ഈ കാലയളവിൽ ഇരട്ട നേട്ടങ്ങൾ സ്വന്തമാക്കി. വാസുവിന് പ്രസിഡന്റായ ശേഷമുള്ള കാലയളവ് അത്ര ശുഭകരമായിരുന്നില്ല. കോവിഡ് കാരണം ഭക്തർക്ക് മല കയറുന്നതിൽ നിയന്ത്രണമുണ്ടായിരുന്നു. അവസാന കാലത്ത് കോവിഡും വന്നതോടെ കാലാവധി നീട്ടിയെടുക്കാനും കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ അറസ്റ്റ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പതനത്തിന്റെ പൂർണ്ണതയായി. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് ഉടനെ ഒന്നും ജാമ്യം കിട്ടാൻ ഇടയില്ലെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായി മുരാരി ബാബു ദേവസ്വം ബോർഡിൽ തന്റെ സ്വാധീനം ഉറപ്പിച്ചത് ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒരേ സമയം സർക്കാരിനെയും ശബരിമലയിലെ യുവതി പ്രവേശനം എതിർത്ത സാമുദായ സംഘടനകളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും NSS പ്രസിഡന്റുമായിരുന്ന മുൻ മന്ത്രിയുടെ പിന്തുണയിലാണ് പെരുന്നക്കാരനായ മുരാരി ദേവസ്വം ബോർഡിൽ എത്തുന്നത്. പെരുന്ന കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന മുരാരി ബാബു NSS ആസ്ഥാനത്തിന്റെ അടുത്ത് താമസിച്ചിരുന്നതിനാൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി അടുപ്പം സ്ഥാപിച്ചു. ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് NSS വിധിയെ എതിർത്തു. ഈ സമയം താൻ ഇടപെട്ടാണ് ശബരിമലയിലേക്ക് എത്തിയ യുവതികളെ തടഞ്ഞതെന്ന് മുരാരി ബാബു സുകുമാരൻ നായരെ അറിയിച്ചു. തന്ത്രിയും NSSും തമ്മിലെ കണ്ണിയായും അദ്ദേഹം പ്രവർത്തിച്ചു. എന്നാൽ ഇതിനൊപ്പം സ്ത്രീകളെ എത്തിക്കാൻ നിന്നവർക്കൊപ്പവും മുരാരി ബാബു നിലയുറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം 2 വള്ളത്തിലും കാലു ചവിട്ടി. യുവതി പ്രവേശനം ഉറപ്പാക്കുന്നതിൽ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിർണായകമായ പങ്കു വഹിച്ചു എന്ന് പിന്നീട് NSS ജനറൽ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടു. സുകുമാരൻ നായരെ തന്ത്രപരമായി പാട്ടിലാക്കി സർക്കാരിലും ബോർഡിലും മുരാരി ബാബു സ്വാധീനം കൂട്ടി. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെ സുകുമാരൻ നായർ പ്രതിഷേധത്തിലായി. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റിന് പിന്നാലെ മുരാരി ബാബുവിനെ NSS പൂർണ്ണമായും കൈവിട്ടത്. NSS ആസ്ഥാനത്ത് ജോലിക്ക് പ്രവേശിച്ച മുരാരി ബാബുവിന്റെ ഭാര്യയോട് നിർബന്ധിത അവധിയെടുക്കാൻ നിർദ്ദേശിച്ചു. മുരാരി ബാബുവിന്റെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും അദ്ദേഹത്തിന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി. സ്ത്രീ പ്രവേശന വിവാദം തണുത്തപ്പോൾ തന്റെ ഭാര്യയ്ക്ക് NSS ആസ്ഥാനത്ത് ജോലിയും സംഘടിപ്പിച്ചു. ഇരട്ട വരുമാനം ലഭിച്ചതോടെ പെരുന്നയിൽ അദ്ദേഹം നിർമ്മിച്ച വീട് തേക്ക് കൊട്ടാരമായി മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. മുരാരി ബാബു NSS പിന്തുണയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത്. ഇതിനെ ചെയ്ത പാപങ്ങൾക്കുള്ള അയ്യപ്പ ശിഷ്യയായി പെരുന്നക്കാർ കരുതുന്നുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ മുരാരി ബാബുവിനെതിരെ മുൻപും നിരവധി വിവാദങ്ങളും തട്ടിപ്പ് ആരോപണങ്ങളും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകളിൽ ഇടം നേടിയിട്ടുമുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല കാണാതായത് സംബന്ധിച്ചായിരുന്നു ആദ്യത്തെ വിവാദം. മുമ്പ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം, വെള്ളി ഇനത്തിൽപ്പെട്ട 6 ഉരുപ്പടികൾ കാണാതായിരുന്നു. എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടെ 16 ദിവസത്തിനു ശേഷം ഇവയെല്ലാം സ്ട്രോങ് റൂമിൽ തിരിച്ചു വെച്ചതായി കണ്ടെത്തി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 2021 ജനുവരി 17 വൈകിട്ട് ശ്രീകോവിലിനുള്ളിലുണ്ടായ അഗ്നിബാധ മറച്ചുവെച്ചതായും അഗ്നിബാധയിൽ കേട് സംഭവിച്ച സ്വർണ്ണപ്രഭയുടെ നാഗപത്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ വിളക്കി ചേർത്തതായും വിജിലൻസ് കണ്ടെത്തി. ഈ ക്രമക്കേടുകൾ മറച്ചുവെച്ച ശേഷം ഒറ്റരാശി പ്രശ്നത്തിലൂടെ പരിഹാരക്രിയയ്ക്കായി 10 ലക്ഷം രൂപ ഭക്തരിൽ നിന്നും പിരിച്ചെടുത്തതായും വിജിലൻസ് റിപ്പോർട്ടുകളുണ്ട്. ക്ഷേത്രത്തിലെ സ്വർണ്ണച്ചാർത്തുള്ള കുടയിലെ
ഇളക്കിയ ചന്ദ്രകല ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡിൽ നിന്നും നേടിയ അനുമതിയുടെ മറവിലാണ് സ്വർണ്ണനാഗ പത്തികൾ വിളക്കി ചേർക്കുന്നതെന്നും റിപ്പോർട്ടുകളിലുണ്ട്. മുരാരി ബാബുവിന്റെ അറസ്റ്റിൽ വഴി തെളിയിച്ചത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപൂശലുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ്. ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് എത്തിക്കാൻ മുരാരി ബാബു ദേവസ്വം ബോർഡിനെ ഔദ്യോഗികമായി അറിയിക്കും മുൻപ് തന്നെ മുൻകൈയെടുത്തു. 2024 ഒക്ടോബർ 10 മുരാരി ബാബു കമ്പനിക്ക് കത്തയച്ചു. ഒക്ടോബർ 16 സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനുള്ള മറുപടി മുരാരി ബാബുവിന് അയച്ചു. കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പീഠം കൊടുത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു തുടരനുമതിക്കായി ഈ കത്തിൽ ഒപ്പുമിട്ടു. മുരാരി ബാബുവിന്റെ ഈ നീക്കം ദേവസ്വം ബോർഡ് തടഞ്ഞതോടെയാണ് ക്രമക്കേടുകൾ പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വഴിവിട്ട ഇടപെടലിന് മുരാരി ബാബു ഇടപെട്ടുവെന്ന് ദേവസ്വം വിജിലൻസും കണ്ടെത്തി. ഈ തെളിവുകളാണ് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിലേക്ക് വെളിച്ചം വീശിയതും ഒടുവിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് നയിച്ചതും. ഈ സംഭവം കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരണത്തിലെ സുതാര്യതയില്ലായ്മയും സമുദായ സംഘടനകളുടെ പേരിലുള്ള അധികാര ദുർവിനിയോഗവും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നുവെന്നും തെളിയിക്കുന്നു. മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ശബരിമലയുടെ പവിത്രതയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം സാധാരണ ഭക്തർക്ക് ഭരണപരമായ നടപടികളിലുള്ള വിശ്വസ്തതയും തകർക്കുന്നു.